1999 ഹോങ്കോങ്ങിനെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായൊരു കൊലപാതകം. ഈ കൊലപാതകത്തെക്കുറിച്ച് കേട്ടാൽ മനുഷ്യന് ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകും. മനുഷ്യ മനസാക്ഷി വിറങ്ങലിപ്പിച്ച ഈ കേസിനെ കുറിച്ച് വിശദമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1999 മെയ് മാസത്തിൽ ഒരു രാത്രിയിൽ ഹോങ്കോങ്ങിലെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പതിവ് പോലെ ഡ്യൂട്ടി നോക്കുകയായിരുന്നു. പെട്ടെന്ന് 14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അലറി നിലവിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നു. അവൾ ഭയത്താൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. ഇതുകണ്ട് പോലീസുകാർ അവളോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. കുറച്ചു ദിവസങ്ങളായി ശരീരം മുഴുവൻ വയറുകൾ കൊണ്ട് വരിഞ്ഞു മുറുകിയ, ശരീരത്തിലെല്ലാം മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ത്രീയുടെ പ്രേതം തന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു എന്നവൾ ഭയത്തോടെ പോലീസുകാരോട് പറഞ്ഞു. ഇത് കേട്ട് പോലീസുകാർ, പ്രേതമോ? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ വലിയ ശബ്ദത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്നും എന്റെ തോന്നലല്ല, ഞാൻ അവരെ വ്യക്തമായി കണ്ടതാണ്. മാത്രമല്ല ആ സ്ത്രീ ആരാണെന്നും അവരെ ആരാണ് കൊന്നതെന്നും അവരുടെ ശരീരം എവിടെയുണ്ടെന്ന് തനിക്കറിയാമെന്നും അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇത് കേട്ട് പോലീസുകാർ എന്തായാലും ഒന്ന് ചെന്ന് അന്വേഷിക്കാമെന്ന് കരുതി അവരുടെ കൂടെ പുറപ്പെട്ടു. അവൾ അവരെ കൊണ്ടുപോയത് ഹോങ്കോങ്ങിലെ കൗലോൺ സിറ്റിയിലെ ഒരു പഴയ ഫ്ളാറ്റിലേക്കായിരുന്നു. രാത്രിയായതിനാൽ ആ ഫ്ളാറ്റിനകത്ത് നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഫ്ളാറ്റിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് നിറയെ ഹലോ കിറ്റിയുടെ പാവകൾ അടുക്കി വെച്ചിരിക്കുന്നു. പോലീസുകാർ അവിടെയെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് അവിടെയൊന്നും കണ്ടെത്താനായില്ല. ഇതൊക്കെ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ മനസ്സിന്റെ തോന്നലാണെന്ന് പറഞ്ഞുകൊണ്ടവർ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ കട്ടിലിൽ കിടക്കുന്ന ഒരു വലിയ ഹലോ കിറ്റിയുടെ മെർമെയ്ഡ് മോഡൽ പാവ കിടക്കുന്നത് കണ്ടു. ഇത്രയും വലിയ പാവയായതിനാൽ അതിൽ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാമെന്ന് കരുതി അവർ ആ പാവയുടെ തല മുറിച്ചു മാറ്റി അതിനകത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അതിനകത്ത് ജീർണിച്ചു തുടങ്ങിയ ഒരു മനുഷ്യന്റെ തലയോട്ടി. ഇത് കണ്ട് പോലീസുകാർക്ക് പെൺകുട്ടി പറയുന്നതിൽ എന്തൊക്കെ സത്യമുണ്ടെന്ന് മനസ്സിലായി. അതിനാൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവളുടെ ചോദ്യം ചെയ്യലിൽ അവൾ പറഞ്ഞത് അവളുടെ പേര് അക്ഫോങ് എന്നാണെന്നും 1999 മാർച്ച് 17 അവളുടെ കാമുകനായ ചാൻമാൻ ലോക്കും അവന്റെ കൂട്ടാളികളും ചേർന്ന് ഫാൻമാനി എന്ന 23-കാരിയായ ഒരു സെക്സ് വർക്കറെ തട്ടിക്കൊണ്ടുപോവുകയും അവളെ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അതിൽ തടവിൽ താമസിപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് അവളെ തട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഫാൻമാനി സെക്സ് വർക്കറായി ജോലി ചെയ്യുന്ന സമയത്ത് അവളുടെ സ്ഥിരം ക്ലയന്റ് ആയിരുന്നു ചാൻമാൻ ലോക്ക്. മയക്കുമരുന്നിനടിമയായ ഫാൻമാനിയെ ഒരു ദിവസം മയക്കുമരുന്ന് വാങ്ങാനുള്ള ആവശ്യത്തിനായി ചാൻമാൻ ലോക്കിന്റെ പേഴ്സ് മോഷ്ടിച്ചു. ആ സമയത്ത് പേഴ്സിൽ $4000 ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഇന്ത്യൻ മണി 3.5 ലക്ഷം രൂപ. എന്നാൽ തന്റെ പേഴ്സ് മോഷ്ടിച്ചത് ഫാൻമാനിയെയാണെന്ന് മനസ്സിലാക്കിയ ചാൻമാൻ അവളോട് പണം തിരികെ ആവശ്യപ്പെട്ടു. കൂടാതെ മോഷ്ടിച്ചതിനാൽ $4000 കൂടാതെ $1000 അധികം കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞു. ഫാൻമാനിയെ മോഷ്ടിച്ച പണം കൊടുത്തെങ്കിലും അധികം പണം കൊടുക്കാൻ സമയം വേണമെന്ന് അവൾ പറഞ്ഞു. ചാൻമാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം കിട്ടാത്തതിൽ ദേഷ്യം വന്ന ചാൻമാൻ തന്റെ കൂട്ടാളികളെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ താമസിപ്പിച്ചു. പക്ഷെ അവിടെ വെച്ച് അവർ അവളെ പല രീതിയിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി. അവർ അവളുടെ ശരീരത്തിൽ ഇരുമ്പ് വടി കൊണ്ടടിക്കുകയും മെഴുകുതിരി കത്തിച്ച് ശരീരത്തിലെല്ലാം ഉരുക്കി ഒഴിക്കുകയും ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയും അവളുടെ ശരീരത്തിലെ മുറിവിലെല്ലാം മുളകുപൊടി തേക്കുകയും ഒന്ന് പ്രതികരിച്ചാൽ അവളെ കെട്ടിത്തൂക്കിയിട്ട് പഞ്ചിങ് ബാഗ് പോലെ അടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചാൻമാനിന്റെ കാമുകിയായ അക്ഫോങ് അവനെ കാണാൻ വന്നപ്പോൾ അവർ അവളുടെ തലയിൽ ക്രൂരമായി ചവിട്ടുന്നത് കണ്ടു. എന്നാൽ ഇത് കണ്ട് അവൾ തമാശ എന്ന പോലെ അവരോടൊപ്പം ചേർന്ന് അവളെ ഉപദ്രവിക്കുകയും ചവിട്ടുകയും ചെയ്തു. അവൾക്ക് കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ ഒന്നും കൊടുത്തില്ല. എല്ലാത്തിനും ഒടുവിൽ ഒരു ദിവസം ക്രൂര യാതനകളുടെ ഫലമായി അവൾ മരിച്ചു. അവൾ മരിക്കുന്ന സമയത്ത് ആ ഫ്ളാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ പുറത്തുപോയി തിരികെ വന്നപ്പോൾ കണ്ടത് ചാൻമാനിയുടെ മൃതശരീരമായിരുന്നു. പിന്നെ അവർ ചിന്തിച്ചത് അവളുടെ മൃതശരീരം എങ്ങനെയെങ്കിലും തെളിവുകളില്ലാതെ നശിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അതിനായി അവർ അവളുടെ ശരീരം ബാത്ത് ടബിൽ കിടത്തി. എന്നിട്ട് പല കഷ്ണങ്ങളായി മുറിച്ചു. മാംസം ചീഞ്ഞു മണം പുറത്തു വരാതിരിക്കാൻ അതിനെ കുറേശ്ശെയായി പാത്രത്തിലിട്ട് വേവിക്കാൻ തുടങ്ങി. ഒരടുപ്പിൽ അവർക്ക് കഴിക്കാനുള്ള നൂഡിൽസും മറ്റേ അടുപ്പിൽ അവളുടെ ശരീരഭാഗങ്ങളും വേവിക്കാൻ തുടങ്ങി. 2 പാത്രങ്ങളും ഇളക്കാൻ ഉപയോഗിച്ചത് ഒരേ ഒരു കരണ്ടിയാണ്. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതിനു ശേഷം അവളുടെ ശരീരഭാഗങ്ങളെ ഓരോ കവറുകളിലാക്കി ഡസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചു. പിന്നെ ബാക്കിയായത് അവളുടെ തലയോട്ടിയായിരുന്നു. അതിനെ അവർ ഹലോ കിറ്റിയുടെ മെർമെയ്ഡ് പാവയിൽ കയറ്റി തുന്നി ചേർത്തു.
അതിനുശേഷം എല്ലാവരും ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരുമിച്ചിരുന്നു വീഡിയോ ഗെയിം കളിച്ച് രസിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലെങ്കിലും അവരുടെ കൂട്ടാളിയായിരുന്ന അഫോങ് എന്ന പെൺകുട്ടിയുടെ സമാധാനമെല്ലാം നഷ്ടമാവാൻ തുടങ്ങി. അവൾ എവിടെ നോക്കിയാലും ഫാൻമാനിയുടെ പ്രേതരൂപത്തെ കാണാൻ തുടങ്ങി. അവൾ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അവളെ കളിയാക്കാൻ തുടങ്ങി. ഒടുവിൽ അവൾ ഇതെല്ലാം പോലീസിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. ഈ കഥയെല്ലാം കേട്ട് പോലീസ് ആകെ അസ്വസ്ഥരായി. കാരണം ഇത്രയും ക്രൂരത നിറഞ്ഞൊരു സംഭവം അവർക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. തുടർന്ന് ഈ കേസിലെ മുഖ്യപ്രതികളായ ചാൻമാൻ ലോങ്, ലൂങ് വൈ ലൂൻ, ലൂങ് ഷിങ് ചോ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൂടാതെ ഫാൻമാനിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവരുടെ അന്വേഷണം ചെന്നെത്തിയത് ഒരു അനാഥാലയത്തിലായിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ആ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ഫാൻമാനി. അവൾക്ക് 15 വയസ്സ് തികഞ്ഞപ്പോൾ അനാഥാലയത്തിന്റെ റൂൾസ് അനുസരിച്ച് അവൾക്ക് അനാഥാലയത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. എല്ലാം നഷ്ടമായ അവൾ ജീവിക്കാൻ വേണ്ടി ഒരു സെക്സ് വർക്കറായി ജോലി ചെയ്യാൻ തുടങ്ങി. അവസാനം അവിടുത്തെ ജീവിതം അവളെ മയക്കുമരുന്നിന് അടിമയാക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അവൾ ഡ്രഗ് ഡീലറായ എൻജി യുവാൻ എന്നൊരാളെ പരിചയപ്പെടുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന് 2 വർഷത്തിന് ശേഷം അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. പക്ഷെ എൻജി യുവാന്റെ സ്വഭാവം ക്രമേണ മാറാൻ തുടങ്ങി. അയാൾ അവളെ എന്നും ക്രൂരമായി അടിക്കുമായിരുന്നു. അവൾ ഒരുപാട് സഹിച്ചു. ഒടുവിൽ നിരന്തരമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ അയാളെ ഉപേക്ഷിച്ച് തന്റെ കുഞ്ഞിനെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. തന്റെ കുഞ്ഞിനെ നല്ലപോലെ വളർത്താനായി അവൾ തന്റെ പഴയകാല ജീവിതം, ദുശീലങ്ങളും എല്ലാം ഉപേക്ഷിച്ച് എംപ്രസ് കരോക്കെ ക്ലബ് എന്ന നൈറ്റ് ക്ലബിൽ ഹോസ്റ്റസായി ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൾക്ക് കഷ്ടിച്ച് ജീവിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അവളെ കാണാതായി. അവളുടെ ഭർത്താവ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവളെ കണ്ടെത്താനായില്ല. ഒരു ഡ്രഗ് ഡീലർ ആയതിനാൽ അയാൾക്ക് പോലീസിൽ പരാതിപ്പെടാനും കഴിഞ്ഞില്ല. എന്നാൽ ആ സമയത്ത് അവളുടെ ജീവിതത്തിൽ നടന്നത് ചിന്തിക്കാൻ കഴിയാത്തത്ര ക്രൂരമായ സംഭവങ്ങളായിരുന്നു. പോലീസുകാർ വീണ്ടും ഫ്ളാറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ അവരുടെ ചില ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. തുടർന്ന് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 2000 ഡിസംബർ 7 നടന്ന വിചാരണയിൽ 3 പ്രതികളെയും ക്രൂരമായ നരഹത്യക്ക് 20 വർഷം പരോളില്ലാത്ത തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിച്ചു. എന്നാൽ കൂട്ടാളിയായിരുന്ന പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ മാപ്പുസാക്ഷിയാക്കുകയും ഒടുവിൽ വെറുതെ വിടുകയും ചെയ്തു. കേസിൻ്റെത് ശരിയായ ശിക്ഷാവിധിയായിരുന്നു? ഒരിക്കലുമല്ല. കാരണം ഈ കേസിൽ പിടിക്കപ്പെട്ടവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഇതുപോലെയുള്ള പീഡന കേസുകളിൽ അറസ്റ്റിലായി. ഇതുപോലെയുള്ള കേസുകൾ തുടർന്നുണ്ടാവാതിരിക്കാനും ഇങ്ങനെയുള്ള പ്രതികളെ സമൂഹത്തിൽ വളർത്താതിരിക്കാനും കൊടുക്കേണ്ട പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെയാണ്.